ഹൈ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഒരു ചെറിയ കുട്ടി വലിയ കോപക്കാരനായിരുന്നു. ഒരു ദിവസം അവനെ അടുത്ത് വിളിച്ച് അച്ഛൻ കുറേ ആണികളും ഒരു പലകയും ഒരു ചുറ്റികയും കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, നിനക്ക് കോപം വരുമ്പോഴെല്ലാം ഓരോ ആണി വീതം നീ ഈ പലകയിൽ അടിക്കണം. കുട്ടി ശരിയെന്ന് സമ്മതിച്ചു. അങ്ങനെ ഓരോ ദിവസവും അവൻ കോപം വരുമ്പോഴെല്ലാം ഓരോ ആണി വീതം പലകയിൽ അടിച്ചുകൊണ്ടേയിരുന്നു. തുടക്കത്തിൽ 30ഓളം ആണികളാണ് അവൻ അടിച്ചിരുന്നെങ്കിൽ പിന്നീട് ഓരോ ദിവസം കഴിയും തോറും ആണികളുടെ എണ്ണം കുറഞ്ഞു വന്നു. അവസാനം ആണി അടിക്കാത്ത ദിവസവും വന്നു ചേർന്നു. അപ്പോൾ അച്ഛൻ അവനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഇനി നിനക്ക് കോപം വരുമ്പോൾ നീ ഓരോ ആണി വീതം ഈ പലകയിൽ നിന്ന് ഇളക്കി മാറ്റണം. കുട്ടി ശരിയെന്ന് സമ്മതിച്ചു. അങ്ങനെ ഓരോ ദിവസവും കോപം വരുമ്പോൾ അവൻ ഓരോ ആണി വീതം ഇളക്കി മാറ്റിക്കൊണ്ടേയിരുന്നു. അവസാനം എല്ലാ ആണിയും ഇളക്കി മാറ്റിയിട്ട് അവൻ അച്ഛനെ കാണിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ, നീ പറഞ്ഞതെല്ലാം അനുസരിച്ചിട്ടുണ്ട്. പക്ഷേ നീ ആണി അടിച്ചപ്പോൾ ഇട്ട ആ ദ്വാരങ്ങളെല്ലാം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അതൊന്നും അടഞ്ഞു പോയിട്ടില്ല. അത് മായ്ക്കാൻ നിനക്ക് സാധിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, ഇതുപോലെയാണ് നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ പറയുന്ന വാക്കുകൾ ഒരുപക്ഷെ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ വലിയ മുറിവുകൾ സൃഷ്ടിച്ചേക്കാം. നമ്മൾ മാപ്പ് പറഞ്ഞാലും അതൊന്നും ഒരിക്കലും മാഞ്ഞു പോയെന്നും വരില്ല. അതിനാൽ കോപം ജയിക്കുന്നതല്ല യഥാർത്ഥ വിജയം, കോപത്തെ ജയിക്കുന്നതാണ് യഥാർത്ഥ ശക്തി. കീപ് ഗോയിങ്. താങ്ക് യു.